നെടുങ്കോടൻ രവീന്ദ്രനും സംഘവും അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ഉണ്ടായിരിക്കുന്നതാണ്. അയ്യ ഒന്ന് കേറി വാരം പരിപാടി തുടങ്ങാൻ സമയമല്ലേ. കഥ പറയാനുള്ള കാരണമെന്തി കാരല്ല പിന്നെ കാതികൻ സർവശ്രീ നെടുങ്കോടൻ രവീന്ദ്രൻ. കഥ പുതിയ സെറ്റപ്പിലാണെന്ന് അറിഞ്ഞാൽ അതുകൊണ്ടാ ഈ പരിപാടികളെ ബുക്ക് ചെയ്ത് പുതിയ രീതിയിലാണ് ഈ കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത്. ഡ്രാമാറ്റിക് വിഷ്വലൈസിംഗ് എന്റർടൈൻമെന്റ് ഷോ. ഒരു വിധം പറഞ്ഞത് ഒപ്പിച്ചു. നിങ്ങൾ കഥ പറയുവാണോ അതോ ഞങ്ങളുടെ കഥ എഴുതി ഒട്ടിക്കും? ആവശ്യക്കാർ ഒന്ന് വായിച്ചിട്ട് പൊക്കോളൂ. കഥാപ്രസംഗം നടന്നതിനെ കാരടാ പിടിച്ച് കമ്മിറ്റിയിലാക്കി. നീ അതൊന്ന് പറഞ്ഞോണ്ടെങ്കിൽ ആ സാധനമൊക്കെ എടുത്ത് റെഡിയാക്കി വെക്ക്. അല്ലെ അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തിന്നു കളയും. എന്തോ തവലയോ? അയ്യോ തവലയല്ല, ഹാർമോണിയം. എടാ പുള്ളി ദേഷ്യപ്പെടുമെന്ന്. ഹലോ 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 ഹലോ. ഓ ഇന്നും പോയിട്ട് കുഴപ്പം. ഹലോ ഹലോ എന്ന് പറഞ്ഞാൽ ബിജു ബിജു എന്നാണ് കേൾക്കുന്നത്. ഈ ഒരു കാര്യം ചെയ്യാൻ അതോടെ ബിജു ബിജു എന്ന് പറയാം. ചിലപ്പോ ഹലോ ഹലോ എന്ന് കേട്ടേക്കും. നീ ആക്കല്ലേ ആക്കല്ലേ. എന്താ വാടായിക്കണം തപ്പുന്നത്? എടാ എന്റെ പൗഡർ കാണാനില്ലെന്ന്. കുളിക്കാതെ വരികയും ചെയ്യും. പൗഡർ ഇട്ട് ഗമയെ കയറി ഇരിക്കുവെത്തി. ചെടിക്കിടാനുള്ള പൗഡർ നീ തെറ്റിക്കിടാനുള്ള പൗഡറാണ്. ഞാനത് ചോദിക്കാനിരിക്കുമായിരുന്നു. നിങ്ങൾ എന്തിനാണ് ഈ തവലയുടെ പുറത്ത് പൗഡർ ഇടുന്നത്? അതോ രാവിലെ തവലക്കൊരു കല്യാണമുണ്ട്, അതിന് പോകാനാ. അല്ല പിന്നെ അതെന്താ പറയൂ, നമ്മളിങ്ങനെ തവല വായിക്കുമ്പോൾ ഡെക്കയിൽ പൗഡർ ഇടുമ്പോൾ നമ്മളെ കൈ ഇങ്ങനെ തെറ്റി പോകാനില്ലേ? കൈ തന്നെ എന്തിനാ ഈ പൗഡർ? ഇച്ചിരി വെളിച്ചെണ്ണ മേടിച്ച് ചോദിച്ചാ പോരെ. ചേട്ടാ പെട്ടെന്നാട്ടെ പരിപാടി തുടങ്ങാനാണ്. ഞങ്ങൾ ആശാരി കൊണ്ട് വന്നോട്ടെ. ആ സെക്കൻഡ് ഞങ്ങൾ പരിപാടി തുടങ്ങും. എന്താ താമസിച്ച് ഇപ്പോഴാണ് വരുന്നത്? പരിപാടി പഞ്ചായത്ത് വിട്ട പരിപാടിക്ക് പോകാത്തവനാ ബാംഗ്ലൂർ പരിപാടി. ആൾക്കാരെ നോക്കുന്നു. നാറ്റിക്കരുത്. ആദ്യം പറഞ്ഞേക്കാ ചെക്ക് ചെക്ക്. అయితే ఈ సమയം നമുക്ക് ആദ്യം വായിച്ചാൽ ഇപ്പൊ ഈ തവല പൊട്ടിയില്ലേ? അയ്യോ തവലയെ പൊട്ടിയതല്ലെന്ന്. താഴെ ഇരിക്കുന്ന തവല എടുക്കാൻ വേണ്ടി കുഞ്ഞപ്പോ പോക്കറ്റ് കിടന്ന ചില്ലറ പൈസ തവലയുടെ മുകളിൽ വീണതാ. അമ്മേ ശരണം ദേവീ ശരണം കഥാപ്രസംഗം അവതരിപ്പിക്കുന്നതിന് വേണ്ടി നെടുങ്കോടൻ രവീന്ദ്രനെയും സംഘത്തെയും ക്ഷേത്ര കമ്മിറ്റി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അമ്മേ ശരണം ദേവീ ശരണം. എന്നാ പിന്നെ സമയം കളയാൻ തുടങ്ങാം അല്ലേ? അഭിമതി കലാസദസ്സിന് എന്റെ വന്ദനം, വണക്കം, നമസ്കാരം. ഞാൻ പഞ്ചായത്ത് മത്സരിക്കാൻ പോവാണ്. കഥ തുടങ്ങുമല്ലേ? ഒരു ജനക്ക് കൈ നിട്ടോ ഇന്നെങ്കിലും കൈന്ന് പോകാതിരുന്നാ മതി. വർത്താനം പറയാതെ ഒന്ന് തുടങ്ങെണ്ണ. എനിക്കിതുകൊണ്ട് കഥാപ്രസംഗം അവതരിപ്പിക്കുവാൻ അവസരമൊരുക്കി തന്ന ഈ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എന്റെയും എന്റെ സംഘത്തിന്റെയും നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുകയാണ്. തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ എന്റെ കഥ ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്നോടൊപ്പം ഈ കഥാപ്രസംഗത്തിൽ അണിചേരുന്ന എന്റെ അനേക പ്രവർത്തകരെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയാണ്. തബല തോച്ചപ്പുറം അജിത്ത്, ഹാർമോണിയം കുമാരപുരം രാജൻ. പ്രിയമുള്ളവരെ, ഞാനിവിടെ അവതരിപ്പിക്കുന്ന പുതിയ കഥ സ്നേഹത്തിന്റെയും വിരഹത്തിന്റെയും നൊമ്പരത്തിന്റെയും കഥ പറഞ്ഞ ചെങ്ങമ്പുഴയുടെ രമണൻ. ഈ കഥയെ മറ്റൊരു തലത്തിലേക്ക് പറിച്ചു നടുകയാണ്. മറിച്ച് കഥ തന്നെ തെങ്ങത്തൈയാണോ? ഇവരെല്ലാം നശിപ്പിക്കുവാനാണ്. പ്രിയമുള്ളവരെ, ഞാൻ അവതരിപ്പിക്കുന്ന പുതിയ കഥയുടെ പേരാണ് രമണൻ റിട്ടേൺസ് ഓഫ് ദ ഡേ. അഥവാ എന്തെങ്കിലും ഒരു ദിവസം എന്റെ രമണൻ തിരിച്ചു വരും. പ്രിയമുള്ളവരെ, എന്റെ കഥ നടക്കുന്നത് ഇവിടെയൊന്നുമല്ല. പിന്നെന്താ അറിയാം ഞങ്ങളെ ഇവിടെ വിളിച്ചോണ്ട് വന്നത്? ഇതിന്റെ മറുപടി നിൽക്കുന്ന പിന്നെ തിരക്കട്ടോ. പച്ച വിരിച്ചു നിൽക്കുന്ന നെൽപ്പാടുകളും കലകലാതവും മുഴക്കി ഒഴുകുന്ന കൊച്ചരുവുകളും ഒക്കെ കൊണ്ട് സമൃദ്ധമായ എറണാകുളത്തുള്ളൊരു കൊച്ചു ഗ്രാമം നൊച്ചിമ. അതാണ് നമ്മുടെ കഥയിലെ നായകൻ രമണന്റെ നാട്. ഒരു പൾസർ 220 ബൈക്കിൽ പാതി വരികയാണ് നമ്മുടെ കഥാനായകൻ രമണൻ. ജംഗ്ഷനിലെ രായപ്പച്ചേട്ടന്റെ കടയുടെ മുൻപിൽ ബൈക്ക് നിർത്തിയവൻ മെല്ലെ നടന്നു വരികയാണ്. ആ കാഴ്ച കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോവും. അവനെ കുറിച്ച് വർണ്ണിക്കുകയാണെങ്കിൽ കുടിക്കില്ല വൈകോട്ടൻ അവനില്ല ചുമതനാണവൻ ശ്രീകുപയ്യൻ. കുടിക്കില്ല വായ്നോട്ടം അവനില്ല സുന്ദരനാണവൻ ശ്രീകുപയ്യൻ. അവന്റെ പമ്മിയുള്ള വരവ് കാണുമ്പോഴേ അറിയാം അവൻ ആരെയോ തിരക്കി വരികയാണ്. ബ്ലേഡുകാരൻ മധുവിനെയാണോ? അല്ല, എന്നാ ചിട്ടിക്കാരൻ ഞങ്ങളുടെ ആയിരിക്കും. അതുമല്ല. അപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത്. സന്തോഷം കൊണ്ടവന്റെ മനോഹരമായ മുഖം വിടർന്നു. തലയിൽ മുല്ലപ്പൂവും ചൂടി നെറ്റിയിൽ വലിയ വട്ടപ്പൊട്ടും തൊട്ട് കയ്യിലൊരു മഞ്ഞ പേഴ്സുമായി നാടത്തോടെ മുഖം മറച്ചുകൊണ്ട് കയറി വരികയാണ്. മണത്തറ ശാന്ത. ശാന്തയല്ല, കടയിലെ നാളിക. എന്നാ ബസ് സ്റ്റാൻഡിൽ എവിടെയായിരിക്കും? അവിടെ കയ്യില മഞ്ഞ പേഴ്സ്. അയ്യോ, അവളുമാരുടെ കാര്യം അല്ല പറഞ്ഞത്. നമ്മുടെ രമണന്റെ നായിക ചന്ദ്രിക.
അവളെ കണ്ട മാത്രയിൽ രമണന്റെ മനസ്സ് മന്ത്രിച്ചു. മാറോടണച്ചു ഞാൻ പാടാൻ താമര നൂലും കൊണ്ടാലോനോ. മാറോടണച്ചു ഞാൻ പാടാം താമര നൂലും കൊണ്ടാലോലം. മാറോടണച്ചു ഞാൻ പാടാം താമര നൂലും കൊണ്ടാലോലം. ആലോലം മാറോടണച്ചു ഞാൻ പാടാം താമര നൂലും കൊണ്ട്. ഇല്ലേ എന്തോ ആലോലം. അതിന് ആലോല വാർത്താതെ പോയാ മതി. അങ്ങനെ ആരോട് പാട്ടാതെ നാല് ശമസയായി നിൽക്കുന്ന അവശയാ അല്ല വിവശയായി നിൽക്കുന്ന അവളോട് അവൻ ചോദിച്ചു. അറിയാ കടുതാപ്പി നിൽക്കുന്നറിയാം രമണൻ എടുത്തു വരാനോ? രമണമല്ലേ ഞാനോട് ചോദിച്ചതാ. അയ്യോ ഇടാ കഥ പറഞ്ഞോണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് കയറാതെ. അങ്ങനെ നാല് ശമസയായി നിൽക്കുന്ന അവളോട് അവൻ ചോദിച്ചു. ചൗടിയിലെ തിയേറ്ററിൽ ഇങ്ങനെ ചൗടിയിലെ തിയേറ്ററിൽ സിനിമ കാണാൻ നീയും വരുന്നുണ്ടോ എന്റെ കൂടെ? വന്നില്ല വന്നില്ല രമണൻ ചേട്ടാ ചെമ്മെ കൊണ്ടങ്ങ് പോയാ മതി. സിനിമ കാണാൻ വരില്ലെന്ന് അവൾ തീർത്തു പറഞ്ഞു. അവൾ പറഞ്ഞതിനും കാര്യമുണ്ട്. ഇന്നലെ സന്ധ്യയ്ക്ക് എതിർത്തോപ്പിൽ വെച്ച് ചെറിയ സുമയുമായി രമണൻ കൊച്ചുഭർത്താവ് പറയുന്നത് അവൾ കണ്ടിരുന്നു. എന്തായിരുന്നു അവളുമായിട്ട് സംസാരിക്കാൻ? എന്ന ചന്ദ്രികയുടെ ചോദ്യത്തിനു മുൻപിൽ രമണൻ ഉത്തരവിതായി. പണ്ടേ ഞാനൊരു സുന്ദരന നാട്ടിലെ കിന്നര കോമളന കാമുകിമാരുടെ കാമുകന പണ്ടേ ഞാനൊരു വീരന ഈ ചവട്ടിച്ച